അതിനൊക്കെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങള്. സുഗുണം പോകരുത്. ഈ നീലക്കോയിൽ എന്ന് പറയുന്ന ഈ തന്ത ഇല്ലാത്തവൻ, തന്തക്ക് പറക്കാത്തവൻ, എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. ചുമ്മാ മേയറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തെല്ലാം പറയുന്നത്, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാന്, പിന്നെ ഏതോ ശുക്കൂർ നൗഷാദ് എന്നെല്ലാം പറഞ്ഞ ഏതോ 2-3 തന്തക്ക് പറക്കാത്തമാര് കിട്ടിയല്ലോ. ഒരു നാണുമാനും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കോയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. പണ്ട് സൂപ്പറോ ഇപ്പൊ തൊപ്പി അടുത്ത ആരാ, ഇങ്ങനത്തെ ലെവലിലുള്ള വർത്താനം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. തന്തക്ക് പറക്കാത്ത വർത്താനം, തന്ത ഇല്ലാത്തവന്മാരെന്ന് ഞാൻ പറയും. ഞാൻ അവനക്ക് ഒരു മടിയില്ല. നിനക്കറിയില്ല, ഇവൻ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. ഇത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലട മായിന്റെ തന്ത. വിചാരിച്ച നായിന്റെ മോനെ, ഇന്റെ മുട്ടുകാലം വറക്കൂല നായിന്റെ മോനെ. ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഊക്കാൻ വന്ന നായിന്റെ മോനെ. ഇയാൾക്ക് എന്താണ് വയ്യേ? അടിച്ചിട്ട് എന്നെ മൂന്നിന്റെ ചെയ്യിപ്പിക്കാൻ പറ്റും നായിന്റെ മോനെ. തുണി തിരിക്കോ.